Hello students, welcome to physics class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക്ക് ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓംസ് ലോ പറഞ്ഞായിരുന്നു. ഇന്ന് നമ്മൾ ആ ഓംസ് ലോയ്ക്ക് വരുന്ന ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഓംസ് ലോ അനുസരിച്ച് നമുക്കറിയാം, ഒരു കണ്ടക്ടറിലൂടെയുള്ള കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ആ കണ്ടക്ടറിന്റെ എൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വലന്റ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും, അല്ലേ? എന്നാൽ ഈ ഓംസ് ലോ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലോ അല്ല. യൂണിവേഴ്സിൽ എല്ലായിടത്തും അതുപോലെ തന്നെ എല്ലാ സിറ്റുവേഷനുകളിലും ബാധകമാകുന്ന ഒരു ലോ അല്ല ഓംസ് ലോ. ടെമ്പറേച്ചറിനനുസരിച്ച് ഓംസ് ലോയ്ക്ക് മാറ്റം വരും. അതുപോലെ തന്നെ പൊട്ടൻഷ്യലും കറണ്ടും തമ്മിലുള്ള പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് പല ഡിവൈസസിലും പല രീതിയിലായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കണ്ടക്ടർ, ഒരു പ്യുവർ കണ്ടക്ടർ നമ്മൾ എടുത്താൽ, ഓംസ് ലോ അനുസരിച്ച് നമ്മൾ ആ പ്യുവർ കണ്ടക്ടറിൽ എല്ലായ്പ്പോഴും വളരെ കുറഞ്ഞ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറച്ച് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യലും കറണ്ടും തമ്മിലുള്ള പ്രൊപ്പോർഷണാലിറ്റി ബാലൻസ് ചെയ്യും. പക്ഷേ കൂടുതലുള്ള സമയത്ത്, അതായത് കറണ്ടിന്റെ വാല്യൂ കൂടുന്ന സമയത്ത് ആ പ്രൊപ്പോർഷണാലിറ്റി ബാലൻസ് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, ഡയോഡ് എന്ന് പറയുന്ന ഡിവൈസ് നമ്മൾ എടുത്താൽ, ആ ഡയോഡ് എന്ന് പറയുന്ന ഡിവൈസിൽ നിങ്ങൾ സെക്കൻഡ് ഡയഗ്രമാണ് ഡയോഡിന്റെ ഗ്രാഫ്. ആ ഗ്രാഫിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ആ ഗ്രാഫിൽ പൊട്ടൻഷ്യലും കറണ്ടും തമ്മിലുള്ള പ്രൊപ്പോർഷണാലിറ്റി ഒരു സമയത്തും തന്നെ അതിൽ കാണിക്കുന്നില്ല, അല്ലേ? വളരെ കുറച്ച് സമയത്തേക്ക് നമ്മൾ ആ ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫിലെ പല ഭാഗങ്ങളും നിങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാം, അതിനകത്ത് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമേ ബാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഓംസ് ലോ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിൽ ചില ലിമിറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ചില പ്രത്യേക സിറ്റുവേഷനുകളിൽ മാത്രം അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം, അല്ലേ? നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഡയഗ്രത്തിൽ നമുക്ക് കാണാം, ആദ്യം വോൾട്ടേജും കറണ്ടും തമ്മിൽ പ്രൊപ്പോർഷണൽ ആയിരുന്നു എങ്കിലും മുമ്പോട്ടേക്ക് വരുന്തോറും, കറണ്ട് കൂടി ഒരു ലിമിറ്റിലേക്ക് വരുന്തോറും ആ പ്രൊപ്പോർഷണാലിറ്റിക്ക് വളരെ ചെറിയ തോതിൽ മാറ്റം വരുന്നുണ്ട്. ആ പ്രൊപ്പോർഷണാലിറ്റി മാറി അത് നോർമൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഓംസ് ലോ എന്ന് പറയുന്നത് എല്ലാ സിറ്റുവേഷനിലും ബാധകമല്ലാത്ത, അതായത് ഒരു യൂണിവേഴ്സൽ ലോ അല്ല എന്ന് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. മാത്രമല്ല, ഓംസ് ലോയുടെ ലിമിറ്റേഷൻസും ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ലിമിറ്റേഷൻ ഓഫ് ഓംസ് ലോ എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ അതിന്റെ ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് ആണ്. ഇവിടെ നമ്മൾ ടെമ്പറേച്ചറിന്റെ ഡിഫറൻസിനെ കുറിച്ച് പറയുന്നില്ല. ടെമ്പറേച്ചർ ഡിഫറൻസ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതും കുറയുന്നതും തമ്മിൽ നമ്മൾ ഈ സിറ്റുവേഷനിൽ ഓംസ് ലോയ്ക്ക് വരുന്ന വ്യത്യാസം പറയുന്നില്ല. പക്ഷേ വോൾട്ടേജിൽ തന്നെ പല വാല്യൂസിനും വോൾട്ടേജിനും വരുന്നതിനനുസരിച്ച് കറണ്ടിന് വരുന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ ഈ ലിമിറ്റേഷൻ ഓഫ് ഓംസ് ലോയിൽ നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഡയഗ്രം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ആ സെക്കൻഡ് ഡയഗ്രത്തിൽ നമുക്ക് ഡയോഡിന്റെ കേസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ആ ഡയോഡിന്റെ സിറ്റുവേഷനിലും നമ്മൾ കറണ്ടിന് വരുന്ന വേരിയേഷൻസ്, ഡയോഡിന്റെ കേസുകൾ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ ആ ഡയോഡിന്റെ, നമുക്ക് ചാപ്റ്റർ 14ൽ ഡയോഡിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഡയോഡിന്റെ സിറ്റുവേഷനിൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള പ്രൊപ്പോർഷണാലിറ്റിക്ക് അനുസരിച്ച് ബിഹേവ് ചെയ്യുന്ന ഒരു ഡിവൈസ് അല്ല ഡയോഡ്. പകരം ഡയോഡിന് ഒരിക്കലും വോൾട്ടേജും കറണ്ടും തമ്മിലൊരു പ്രൊപ്പോർഷണാലിറ്റി കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക് കർവ് ഓഫ് എ ഡയോഡ് എന്ന് പറയുന്നത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഡയോഡിന്റെ ഗ്രാഫാണത്. ആ ഗ്രാഫിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, വോൾട്ടേജ്, അതിന് പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡും ഉണ്ട്. പോസിറ്റീവ് സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം, വോൾട്ടേജ് ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതാണ് പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ പോസിറ്റീവ് സൈഡിനെ നമ്മൾ ഫോർവേഡ് ബയാസിംഗ് ഓഫ് എ ഡയോഡ് എന്നാണ് പറയുന്നത്. ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയും. ഇതുപോലെ തന്നെ നെഗറ്റീവ് സൈഡ് ഉണ്ട്. നെഗറ്റീവ് സൈഡിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെയും അതിനെ നമ്മൾ റിവേഴ്സ് ബയാസിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫോർവേഡ് ബയാസിംഗിന്റെ ഗ്രാഫ് പോലെ അല്ല റിവേഴ്സ് ബയാസിംഗ് എന്ന് പറയുന്ന പാർട്ട്. ആ റിവേഴ്സ് ബയാസിംഗിലേക്ക് വരുമ്പോൾ ഗ്രാഫിന്റെ കർവിന് വ്യത്യാസമുണ്ട്. അത് ലീനിയാരിറ്റി പ്രൊപ്പോർഷണൽ അല്ല, അതായത് വോൾട്ടേജും കറണ്ടും തമ്മിൽ പ്രൊപ്പോർഷണൽ അല്ല, അങ്ങനെയൊക്കെയുള്ള വ്യത്യാസമുണ്ട്. എനിവേ, ഡയോഡ് എന്ന് പറയുന്നതും ഒരു ഓംസ് ലോ ഒബേ ചെയ്യലാത്ത, അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടക്ടറുകളെ, ഓംസ് ലോ ഒബേ ചെയ്യലാത്ത കണ്ടക്ടറുകളെ നമ്മൾ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്നാണ് പറയുന്നത്. പേരോർത്തോണം, നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. ഈ നോൺ ഓമിക് കണ്ടക്ടർ വരുന്ന ഒരു സാധനമാണ് ഓംസ് ലോ, ഡയോഡ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടറുകളെ നമ്മൾ ഓമിക് കണ്ടക്ടർ എന്ന് പറയും. OHMIC, ഓമിക് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടറുകളാണ്. അപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ കാണുന്ന ഡിവൈസസിൽ ഓമിക്, ഇപ്പോൾ ഒരു കണ്ടക്ടർ ആണെങ്കിൽ പോലും അത് പെർഫെക്റ്റ്ലി ഓമിക് ആണോ? അല്ല, അതൊരു പെർഫെക്റ്റ്ലി ഓമിക് അല്ല. അത് ഓംസ് ലോയിൽ നിന്നും അതിന്റെ ബിഹേവിയറിന് മാറ്റം വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക.
ഇനി നമുക്ക് മൂന്നാമത്തെ കർവിലേക്ക് വരികയാണെങ്കിൽ അത് ഗാലിയം ആഴ്സനൈഡിന്റെ ഗ്രാഫാണ് മൂന്നാമത്തെ ഗ്രാഫ് കൊടുത്തിരിക്കുന്നത്. ആ ഗാലിയം ആഴ്സനൈഡിന്റെ ഗ്രാഫിലെ ആദ്യത്തെ പോർഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആണ്. VI കർവ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആണ് ഗാലിയം ആഴ്സനൈഡിന്റെ സിറ്റുവേഷൻ. VI കർവ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആണ് ഗാലിയം ആഴ്സനൈഡിൽ. ആ സ്ട്രെയിറ്റ് ലൈൻ വന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു നോൺ ലീനിയർ റീജിയൻ കാണാം. ആദ്യത്തെ പോർഷനിൽ അത് സ്ട്രെയിറ്റ് ആണ്. അതിന്റെ മീനിങ് എന്താണ്? വോൾട്ടേജ് കറണ്ടും പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളതാണ് അതിന്റെ മീനിങ്, ലീനിയർ ആയിട്ടുള്ള ഭാഗത്ത്. അത് കഴിഞ്ഞ് നോൺ ലീനിയർ റീജിയൻ വരുന്നുണ്ട്. ആ നോൺ ലീനിയർ റീജിയന്റെ പ്രത്യേകത എന്താണ്? അവിടെ വോൾട്ടേജും കറണ്ടും പ്രൊപ്പോർഷണൽ അല്ല. മനസ്സിലായോ? നോൺ ലീനിയർ റീജിയനിൽ വോൾട്ടേജ് കറണ്ട് പ്രൊപ്പോർഷണാലിറ്റി കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അത് രണ്ടും പ്രൊപ്പോർഷണൽ അല്ല. അപ്പോൾ ഈ നോൺ ലീനിയർ റീജിയണിൽ ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. മനസ്സിലായോ? ഓംസ് ലോ ഒബേ ചെയ്യില്ല. അത് കഴിഞ്ഞാൽ ഈ നോൺ ലീനിയർ റീജിയൻ നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന കാണാം. ഇപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നോൺ ലീനിയർ റീജിയൻ. അത് കഴിഞ്ഞാൽ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറഞ്ഞൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ആ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയണിൽ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ടിന്റെ വാല്യൂ കുറയുവാണ് ചെയ്യുന്നത്. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കറണ്ടിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്ന റീജിയനാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയണിൽ നമ്മൾ വോൾട്ടേജ് കൂട്ടിയാലും എന്ത് കൂടുന്നില്ല? കറണ്ട് കൂടുമല്ല, കറണ്ട് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടുത്തെ V/I എടുത്താൽ, അതായത് വോൾട്ടേജിന്റെ കറണ്ടിന്റെ റേഷ്യോ എടുത്താൽ നമുക്ക് റെസിസ്റ്റൻസ് ആണ് കിട്ടുന്നത്. ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ നെഗറ്റീവ് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്. ഇത് എക്സാമിന് മാർക്ക് ചെയ്യാൻ വരുന്നതാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഡയഗ്രമാണ്. അപ്പോൾ ഈ ഗാലിയം ആഴ്സനൈഡിന്റെ കേസിലുള്ള കർവ് കൃത്യം ഓർത്തിരിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ നോൺ ലീനിയർ റീജിയണും നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയണും ലീനിയർ ആയിട്ടുള്ള റീജിയണും ഒക്കെ മാർക്ക് ചെയ്യാൻ പറഞ്ഞ എക്സാമിന് വരാം. അപ്പോൾ ലീനിയർ ആയിട്ടുള്ള റീജിയനാണ് ആദ്യ ഭാഗം, നോൺ ലീനിയർ റീജിയൻ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഭാഗം. അത് കഴിഞ്ഞ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഭാഗമുണ്ട്. ഇതൊക്കെ മാർക്ക് ചെയ്യാൻ നല്ലപോലെ പഠിക്കണം. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയന്റെ ഇമ്പോർട്ടൻസും ഒക്കെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഗ്രാഫുകളിൽ നിന്ന് പഠിക്കാനുള്ള കാര്യം. അപ്പോൾ ഓർത്തിരിക്കുക, ജനറലി ഓംസ് ലോ എന്ന് പറയുന്ന ഒരു നോൺ യൂണിവേഴ്സൽ ലോ, അല്ലെങ്കിൽ അതൊരു യൂണിവേഴ്സൽ ലോ അല്ല. ഓംസ് ലോ ഒബേ ചെയ്യുന്ന വിയും ഐയും പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള കാണിക്കുന്ന മെറ്റീരിയലുകളെ നമ്മൾ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. വിയും ഐയും പ്രൊപ്പോർഷണൽ അല്ലാത്തതിനെ നമ്മൾ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് റെസിസ്റ്റിവിറ്റിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കും റെസിസ്റ്റിവിറ്റിയുടെയും കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമ്മളൊരു മെറ്റാലിക് കണ്ടക്ടർ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ ലെങ്ത് എല്ലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എയും റേഡിയസ് ആറും ഉള്ള ഒരു മെറ്റീരിയലാണ് എന്ന് നമ്മൾ വിചാരിക്കാം. ആ മെറ്റീരിയലിനുള്ളിൽ നമുക്കറിയാം പോസിറ്റീവ് ആയിട്ടുള്ള അയോൺസ് ഉണ്ട്, അതായത് മെറ്റലിന്റെ ആറ്റം ഉണ്ട്. അതിനകത്തൂടെ ഇലക്ട്രോണുകൾ ഇപ്പോൾ കാണുന്നത് പോലെ റാൻഡമായിട്ട് സിക്സാഗ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രോണുകൾ തമ്മിൽ കൊളൈഡ് ചെയ്യും, ന്യൂക്ലിയസുമായിട്ട് കൊളൈഡ് ചെയ്യും. ഇതിനകത്തൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഇലക്ട്രോണുകളെ നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് എന്ന് പറയും. എന്താണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്? നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഈ വാലൻസ് ഇലക്ട്രോൺസുകൾ നമുക്കറിയാം കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല വാലൻസ് ഇലക്ട്രോണുകൾ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ ഈ വാലൻസ് ഇലക്ട്രോണുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഓൾറെഡി എന്താണ് വാലൻസ് ഇലക്ട്രോണുകൾ എന്നുള്ളത്. അപ്പോൾ ഒരു മെറ്റലിന്റെ എല്ലാ മെറ്റലുകൾക്കും അല്ലെങ്കിൽ എല്ലാ ആറ്റത്തിനും വാലൻസ് ഇലക്ട്രോണുകളുണ്ട്. പക്ഷേ മെറ്റലിലെ വാലൻസ് ഇലക്ട്രോണുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. മെറ്റലിലെ വാലൻസ് ഇലക്ട്രോണുകൾ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്നും ദൂരത്തിലാണ്. അതായത് മെറ്റലിന്റെ ആറ്റത്തിന്റെ സൈസ് കൂടുതലായതുകൊണ്ട് അത് ന്യൂക്ലിയസിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ഡിസ്റ്റൻസിലുള്ള വാലൻസ് ഇലക്ട്രോണുകൾ ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യും. കാരണം ആ വാലൻസ് ഇലക്ട്രോണുകളുടെ ബൈൻഡിങ് വളരെ ലൂസ്ലി ബൗണ്ടഡ് ആയതുകൊണ്ട് അതിന് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള വാലൻസ് ഇലക്ട്രോണുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടക്ഷൻ ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ലാറ്റിസിലൂടെ, മെറ്റലിന്റെ ലാറ്റിസിലൂടെ ഈ വാലൻസ് ഇലക്ട്രോണുകൾക്ക് ഇപ്പം നിങ്ങൾ കാണുന്നത് പോലെ സിക്സാഗ് ആയിട്ട് റാൻഡമായിട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ വാലൻസ് ഇലക്ട്രോണുകൾ നമ്മുടെ മെറ്റലിനകത്തൂടെ ഈസി ആയിട്ട് ട്രാവൽ ചെയ്യും. അതിനൊരു പ്രധാന കാരണം ഇലക്ട്രോണുകളുടെ റേഡിയസ് ആണ്. നിങ്ങൾക്കറിയാം നമ്മുടെ മെറ്റലിന്റെ ആറ്റവുമായിട്ട് കമ്പയർ ചെയ്താൽ ആറ്റത്തിന്റെ റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോണിന്റെ റേഡിയസ് വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആറ്റത്തിനിടയ്ക്കൂടെ അല്ലെങ്കിൽ മെറ്റൽ ലാറ്റിസിലൂടെ ട്രാവൽ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ഇലക്ട്രോണുകൾക്ക് പറ്റും. ഇലക്ട്രോണുകൾ
ആ ന്യൂക്ലിയസുമായിട്ട് കൊളൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ കൊളൈഷൻ നടക്കാതെ തന്നെ അതിന് വളരെ ഈസി ആയിട്ട് മറ്റുള്ള ലാറ്റിസിലൂടെ വളരെ ഈസി ആയിട്ട് അതിന് ട്രാവൽ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇത് സംഭവിക്കുന്നത് നമ്മൾ മെറ്റലിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ മെറ്റൽ ലാറ്റിസിലെ ഇലക്ട്രോണുകൾക്ക് ഒരു പൊട്ടൻഷ്യൽ കൊടുക്കാത്ത സമയത്താണ്, ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാത്ത സമയത്താണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാതെ ഇലക്ട്രോണുകൾ റാൻഡം ആയിട്ട് മൂവ് ചെയ്യുന്നതിനെ നമ്മൾ അതിന്റെ തെർമൽ മോഷൻ എന്നാണ് പറയുന്നത്. തെർമൽ മോഷൻ ഓഫ് ഇലക്ട്രോൺസ്. എന്താണ് തെർമൽ മോഷൻ? ഇലക്ട്രോണുകൾക്ക് അല്ലെങ്കിൽ മെറ്റലിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാതെ ഇലക്ട്രോണുകൾ മെറ്റലിനകത്തൂടെ റാൻഡമായിട്ട് സിക്സാഗ് ആയിട്ട് മൂവ് ചെയ്യുന്ന ആ ഫിനോമിനെയാണ് നമ്മൾ തെർമൽ മോഷൻ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രോണിന്റെ വെലോസിറ്റിക്ക് നമ്മൾ തെർമൽ വെലോസിറ്റി എന്ന് പറയും. അപ്പോൾ ഇലക്ട്രോണുകൾക്ക് തെർമൽ മോഷൻ വഴി ഉണ്ടാകുന്ന വെലോസിറ്റിനെ നമ്മൾ തെർമൽ വെലോസിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വെലോസിറ്റീസ് ഓഫ് n ഇലക്ട്രോൺസ് എന്നുള്ളതിനെ നമുക്ക് n ഇലക്ട്രോണുകളുടെ വെലോസിറ്റിനെ, ഓരോ ഇലക്ട്രോണിന്റെ ആവറേജ് വെലോസിറ്റിനെ u1 u2 അങ്ങനെ എടുത്താൽ n ഇലക്ട്രോണുകളുടെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നതിനെ u1, u2 ആൻഡ് സോ ഓൺ എടുക്കാം. അപ്പോൾ അതിൽ വെക്ടർ സം എടുത്തു കഴിഞ്ഞാൽ അത് 0 ആയി പോകും. എന്തുകൊണ്ടാണ് വെക്ടർ സം 0 ആവുന്നത്? കാരണം ഇലക്ട്രോണുകൾ റാൻഡം ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ റാൻഡം ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരെണ്ണം പോകുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേറെ ഇലക്ട്രോൺ പോകുന്നുണ്ടാകാം. അങ്ങനെ റാൻഡം മോഷൻ ആയതുകൊണ്ട് ഇതിന്റെ ആവറേജ് വെലോസിറ്റി നമ്മൾ എടുക്കുമ്പോൾ, ഇലക്ട്രോണുകളുടെ ആവറേജ് വെലോസിറ്റി എടുക്കുമ്പോൾ റിസൾട്ട് 0 ആയി പോകും. മനസ്സിലായോ? അപ്പോൾ ഇലക്ട്രോണുകളുടെ ആവറേജ് വെലോസിറ്റിയുടെ വാല്യൂ നമുക്ക് 0 ആയി പോകും. അതുകൊണ്ടാണ് തെർമൽ വെലോസിറ്റി അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് u എന്ന് പറയുന്നതിന്റെ വാല്യൂ നമുക്ക് 0 എന്ന് എടുക്കാൻ കാരണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പല ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഈ ഇലക്ട്രോണുകളിൽ നിന്നും നമുക്ക് നെറ്റ് വെലോസിറ്റി ആയിട്ട് എത്ര കിട്ടും? 0 കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മെറ്റലിന്റെ അല്ലെങ്കിൽ ഒരു ലാറ്റിസ് നമ്മൾ എടുത്താൽ ആ ലാറ്റിസിൽ നിന്നും ഇലക്ട്രോണുകൾ റാൻഡം ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ തെർമൽ മോഷൻ ഉണ്ടെങ്കിലും ഇലക്ട്രിക് കറണ്ടിന്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. നോ നെറ്റ് ട്രാൻസ്പോർട്ട് ഓഫ് ഇലക്ട്രിക് ചാർജ് ഓർ നോ നെറ്റ് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഡ്യൂ ടു ദ മോഷൻ ഓഫ് ദ ഇലക്ട്രോൺസ്. എന്തുകൊണ്ടാണ്? ആവറേജ് വെലോസിറ്റി 0 ആകുന്നതുകൊണ്ടാണ്. എന്നാൽ ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ ആബ്സെൻസിൽ നടക്കുന്ന കാര്യമാണ്. നമ്മൾ ഒരു ബാറ്ററി ഉപയോഗിച്ച് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈ കണ്ടക്ടറിലേക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറ്റും? ബാറ്ററി ഉപയോഗിച്ച് നമ്മളൊരു കണ്ടക്ടറിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ ആ കണ്ടക്ടറിലൂടെയുള്ള ഇലക്ട്രോണുകളെല്ലാം ഒരു പ്രത്യേക ഡയറക്ഷനിൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ആ മോഷൻ നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകളുടെ ബാറ്ററിയുടെ ടെർമിനലുകൾ നമ്മൾ ഒരു കണ്ടക്ടറിലേക്ക് നമ്മൾ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ കണ്ടക്ടറിലൂടെ ഇലക്ട്രോണുകൾ നെഗറ്റീവ് ടെർമിനൽ, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്നും ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ മൂവ് ചെയ്യുന്നത്? കാരണം നമുക്കറിയാം പോസിറ്റീവും തമ്മിൽ റിപ്പൽ ചെയ്യും, നെഗറ്റീവും തമ്മിൽ റിപ്പൽ ചെയ്യുന്നതുകൊണ്ട് പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്ക് ഇപ്പോൾ കാണുന്നത് പോലെ ഒരു ഇലക്ട്രിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഓർക്കുന്നുണ്ടാവും, പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിലുള്ള ഇലക്ട്രോണുകൾ പതിയെ ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. എങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും? നെഗറ്റീവ് ടെർമിനലിൽ നിന്നും ആ ചാർജുകൾ പോസിറ്റീവ് ടെർമിനലിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാതെ അതെല്ലാം നെഗറ്റീവ് ടെർമിനലിൽ നിന്നും എങ്ങോട്ട് പോകും? പോസിറ്റീവ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഈ മോഷനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ക്യാപിറ്റൽ ഇയും ഒരു ഇലക്ട്രോണിന്റെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് സ്മോൾ ഇയും ആണെങ്കിൽ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ക്യാപിറ്റൽ ഇ ഇലക്ട്രിക് ഫീൽഡും ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് സ്മോൾ ഇയും ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ F ഈക്വൽ ടു ക്യാപിറ്റൽ ഇ ഇൻറ്റു സ്മോൾ ഇ എന്ന് എടുക്കാം. ക്യാപിറ്റൽ ഇ എന്ന് പറയുന്ന ഇലക്ട്രോണിന്റെ ഇലക്ട്രിക് ഫീൽഡും സ്മോൾ ഇ എന്ന് പറയുന്ന ഇലക്ട്രോണിന്റെ ചാർജും. ഇനി ഇലക്ട്രോണിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ് എന്ന് വിചാരിക്കുക. മാസ് ഓഫ് ഇലക്ട്രോൺ ക്യാപിറ്റൽ എം ആണെങ്കിൽ ഈ ഇലക്ട്രോണിൽ ഉണ്ടാകുന്ന ആക്സിലറേഷന്റെ വാല്യൂ F ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഇക്വേഷൻ അനുസരിച്ച് ഇലക്ട്രോണിൽ ഉണ്ടാകുന്ന ആക്സിലറേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇ ബൈ എം ആണ്. ക്യാപിറ്റൽ ഇ ഇൻറ്റു സ്മോൾ ഇ ബൈ എം ആണ് ഇലക്ട്രോണിന്റെ ആക്സിലറേഷൻ ഓഫ് ദ ഇലക്ട്രോൺ. എ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇ ഇൻറ്റു സ്മോൾ ഇ ഡിവൈഡഡ് ബൈ എം എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ആക്സിലറേഷനിൽ നിന്നും, അല്ലെങ്കിൽ ഇതാണ് നമ്മൾ ആക്സിലറേഷന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. എഫ് ഈക്വൽ ടു ഇ ആണ് ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഫോഴ്സ്. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ പെടുന്ന ഇലക്ട്രോൺ, ആ ഇലക്ട്രോണിൽ ഉണ്ടാകുന്ന ആക്സിലറേഷൻ, ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഇലക്ട്രോണിൽ ഉണ്ടാകുന്ന ആക്സിലറേഷനെ നമുക്ക് എ എന്നെടുക്കാം. ആ എയുടെ വാല്യൂ ഇ ഡിവൈഡഡ് ബൈ
എം എന്നെടുക്കാം. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആക്സിലറേഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇവിടെ ഓർത്തിരിക്കണം, ഈ ആക്സിലറേഷൻ ഇലക്ട്രിക് ഫീൽഡിന് പ്രൊപ്പോർഷണലാണ്, മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, ചാർജിന് പ്രൊപ്പോർഷണലാണ്. ഇനി അങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകൾ ഇപ്പം നമ്മൾ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ ഈ ലാറ്റിസിന്റെ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജുമായിട്ട് കൊളൈഡ് ചെയ്യും. കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതിന്റെ സ്പീഡ് കുറയും അല്ലേ? അത് ഒന്ന് ഡീസലറേറ്റ് ചെയ്യും, വീണ്ടും അത് ആക്സിലറേറ്റ് ചെയ്ത് ട്രാവൽ ചെയ്യുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കൊളീഷൻ നടക്കും തോറും ഇലക്ട്രോണിന്റെ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇലക്ട്രോണ് മെറ്റലിന്റെ ന്യൂക്ലിയസുമായിട്ട് കൊളൈഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇലക്ട്രോണിന്റെ സ്പീഡ് കുറയും. അപ്പോൾ ഇങ്ങനെ കൊളീഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്പീഡ് കുറയും തോറും അവിടെ ഈ ഇലക്ട്രോണിന്റെ ട്രാവലിങ്ങിന് ഒരു ഒപ്പോസിഷൻ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ഇലക്ട്രോണിന്റെ മോഷന് വരുന്ന ഒപ്പോസിഷനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ മെറ്റലിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അത് ആ മെറ്റലിന്റെ ന്യൂക്ലിയസുമായിട്ട് കൊളൈഡ് ചെയ്യുകയും അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജസുമായിട്ട് കൊളൈഡ് ചെയ്യുകയും വീണ്ടും ബാക്കിയുള്ള ഇലക്ട്രോണുകളുമായിട്ട് ഇത് കൊളൈഡ് ചെയ്യാം. ഈ കൊളീഷൻ വഴി നമുക്ക് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. ആ മെറ്റലിന്റെ ന്യൂക്ലിയസുമായിട്ടുള്ള കൊളീഷൻ വഴി, അതുപോലെ തന്നെ ഇലക്ട്രോണുമായിട്ടുള്ള കൊളീഷൻ വഴി ഒപ്പം അതിന്റെ സ്പീഡ് കുറയുകയും അല്ലെങ്കിൽ വെലോസിറ്റി കുറയുകയും അതുമൂലം ആ മെറ്റീരിയൽ ഡീസലറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഈ ട്രാവൽ ചെയ്യുന്ന ഫ്രീ ഇലക്ട്രോണുകൾ, ഈ കൊളീഷൻ വഴി ഉണ്ടാകുന്ന ഫ്രീ ഇലക്ട്രോണുകൾ ട്രാവൽ ചെയ്യുമ്പോൾ ഈ കൊളീഷനുകൾ വഴി അതിന്റെ സ്പീഡ് കുറയുകയും അങ്ങനെ ഈ ട്രാവലിങ്ങിന് ഒരു ഓപ്പോസിഷൻ വരികയും ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോണുകൾ ട്രാവൽ ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ്. കാരണം ഇതിന് ട്രാവലിങ്ങിനിടയ്ക്ക് ഈ ഇലക്ട്രോണുകളുടെ സ്പീഡ് ആക്സിലറേഷൻ കുറഞ്ഞു പോകുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ കൊളീഷൻ നടക്കുന്നതുകൊണ്ട് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ അതുപോലെ തന്നെ ഡീസലറേഷൻ, കൊളീഷൻ മൂലം ഡീസലറേഷൻ ഉണ്ടാവുകയും ആ ഇലക്ട്രോണുകൾ ഒരു ആവറേജ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ മോഷൻ ഈ ഇലക്ട്രോണുകൾ നമുക്കറിയാം, നമ്മൾ കൊടുത്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നത്. ആ മോഷൻ വഴി ഉണ്ടാകുന്ന കൊളീഷൻ വഴി ഈ ഇലക്ട്രോണുകളുടെ സ്പീഡ് കുറയുകയും ചെയ്യുമെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ റാൻഡം മോഷന്റെ സ്പീഡ് കുറയുകയും ചെയ്യുമെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രോൺ ട്രാവലിങ്ങിന് ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിലുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഇലക്ട്രോണുകൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് എ കണ്ടക്ഷൻ ഇലക്ട്രോൺ ഇൻ എ കണ്ടക്ടർ സബ്ജക്റ്റഡ് ടു എൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഒരു കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് ഓരോ ഇലക്ട്രോണുകളുടെയും സ്പീഡ് അല്ലെങ്കിൽ അതിന്റെ വെലോസിറ്റീസ് u1 ബാർ u2 ബാർ അങ്ങനെയാണ് എന്ന് വിചാരിക്കുക. u1 ബാർ u2 ബാർ എക്സെട്ര un ബാർ ആണ് വെലോസിറ്റീസ് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഇലക്ട്രോണുകളുടെ വെലോസിറ്റി ഇതാണെങ്കിൽ നമുക്കറിയാം, ഈ ഇലക്ട്രോണുകൾ മെറ്റീരിയലിനകത്ത് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ ആബ്സെൻസിൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ ഇലക്ട്രോണുകളെല്ലാം ഒരു സ്പെസിഫിക് ഡയറക്ഷനിൽ ഡ്രിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന് ഒരു വെലോസിറ്റി ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്ത വെലോസിറ്റീസ്, ഫ്രീ ഇലക്ട്രോണുകൾ ഡെവലപ്പ് ചെയ്ത വെലോസിറ്റീസ് v1, v2, vn അപ് ടു vn ആണ് എന്ന് വിചാരിക്കുക. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തപ്പോൾ ഇലക്ട്രോണുകളുടെ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് v1, v2 സോ ഓൺ അപ് ടു vn ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമുക്കറിയാം ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ അനുസരിച്ച് v ഈക്വൽ ടു u പ്ലസ് at ആണ്. അപ്പോൾ v1 ഈക്വൽ ടു u1 പ്ലസ് a t1 എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ ടോ എന്നാണ് എഴുതുന്നത്. ഗ്രീക്കിലായിട്ട് ടോ ആണ് ഉപയോഗിക്കുന്നത്. ആ ടോർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ടോയ്ക്ക് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് പറയും. u1 എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി, v1 എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, a എന്ന് പറയുന്ന ആക്സലറേഷൻ, ടോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈം ആണ് ടോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ രണ്ട് സക്സസീവ് കൊളീഷനുകൾക്ക് ഇടയ്ക്കെടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ് ഓഫ് ഫസ്റ്റ് ഇലക്ട്രോൺ ഓർ എനി ഇലക്ട്രോൺ ഈസ് കോൾഡ് ദ റിലാക്സേഷൻ ടൈം. അപ്പോൾ ആ ഇലക്ട്രോണുകളുടെ കൊളീഷൻ ഇടയ്ക്കെടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ടോ 1 ആണ് ആദ്യത്തെ ഇലക്ട്രോണിന്റെ റിലാക്സേഷൻ ടൈം എങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഓരോ ഇലക്ട്രോണുകളുടെയും ഫൈനൽ വെലോസിറ്റി എഴുതാമല്ലോ. എങ്ങനെ കൊടുക്കാം? v2 എന്ന് പറയുന്ന രണ്ടാമത്തെ ഇലക്ട്രോണിന്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നതിന് നമുക്ക് u2 ഇൻറ്റു എ ടോ 2 എന്ന് എഴുതാം. അതുപോലെ തന്നെ v3 എന്നുള്ളതിനെ u3 പ്ലസ് എ ടോ 3 എന്നും അവസാനത്തെ ലാസ്റ്റ് വണ്ണിനെ vn ഈക്വൽ ടു un പ്ലസ് എ ടോ n എന്നും നമുക്ക്
ഇക്വേഷൻ എഴുതാൻ പറ്റും. അങ്ങനെ ഓരോ ഇലക്ട്രോണുകളുടെയും ഫൈനൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻസ് നമുക്ക് നമ്മൾ പഠിച്ചിരിക്കുന്ന ഈ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. മനസ്സിലായോ? ഇനി ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണുകളുടെ എല്ലാം കൂടി ആവറേജ് വെലോസിറ്റിക്കാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. എല്ലാ ഇലക്ട്രോണുകളുടെയും n ഇലക്ട്രോണുകളുടെ വെലോസിറ്റീസിന്റെ ആവറേജിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് വി ഡി എന്ന് എഴുതാം. അപ്പോൾ ആ വി ഡി എത്രയാണ്? v1 പ്ലസ് v2 പ്ലസ് എക്സെട്ര അപ് ടു vn ബൈ n എന്ന് എടുക്കാം. ആവറേജ് വെലോസിറ്റിക്കാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി എന്ന് പറയുന്നത്. അതിന്റെ എക്സ്പ്രഷനാണ് ഇപ്പൊ നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷനുകളെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിക്കുള്ള ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ v1ന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഏതാണ്? u1 പ്ലസ് a ടോ 1 ആണ്. v2 എന്നുള്ള ഇക്വേഷൻ u2 പ്ലസ് a ടോ 2 ആൻഡ് സോ ഓൺ അല്ലേ? നമ്മൾ ആ വാല്യൂസിനെ എല്ലാം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെന്ന് വിചാരിക്കുക. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഡി ഈക്വൽ ടു u1 പ്ലസ് a ടോ 1 പ്ലസ് u2 പ്ലസ് a ടോ 2 എക്സെട്ര അപ് ടു un പ്ലസ് a ടോ n ഓൾ ഡിവൈഡഡ് ബൈ n എന്ന് എഴുതാം. ഇതിൻ്റെ അകത്തെ കോമൺ ടേംസിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്താൽ u1 പ്ലസ് u2 പ്ലസ് എക്സെട്ര അപ് ടു un പ്ലസ് a കോമൺ ആയിട്ട് എടുത്താൽ a ഇൻറ്റു ടോ 1 അല്ലെങ്കിൽ a ടോ 1 പ്ലസ് a ടോ 2 പ്ലസ് എക്സെട്ര അപ് ടു a ടോ n ഓൾ ഡിവൈഡഡ് ബൈ n എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഇക്വേഷൻ എഴുതാം. വീണ്ടും നമുക്ക് n-ന്റെ ടേംസിൽ ആ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്താൽ വി ഡി ഈസ് ഈക്വൽ ടു u1 പ്ലസ് u2 പ്ലസ് എക്സെട്ര അപ് ടു un ബൈ n പ്ലസ് a ഇൻറ്റു ടോ 1 പ്ലസ് ടോ 2 പ്ലസ് എക്സെട്ര അപ് ടു ടോ n ഓൾ ഡിവൈഡഡ് ബൈ n എന്ന് കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് ഇനിഷ്യൽ വെലോസിറ്റീസിന്റെയും ആക്സിലറേഷന്റെയും റിലാക്സേഷൻ ടൈമുകളുടെയും ടേംസിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷനാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വി ഡി എന്ന് പറയുന്നത്. വി ഡി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ. അതിനെ നമുക്ക് ജനറൽ ആയിട്ട് വി ഡി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടോ എന്ന് എഴുതാം. വി ഡി ഈക്വൽ ടു യു പ്ലസ് എ ടോ എന്ന് നമുക്ക് കൊടുക്കാം. അതിനകത്ത് ടോ എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ഓഫ് ഡ്രിഫ്റ്റ്, ആവറേജ് വാല്യൂ ഓഫ് റിലാക്സേഷൻ ടൈമാണ്. റിലാക്സേഷൻ ടൈമുകളുടെ ആവറേജ് വാല്യൂവിനെയാണ് നമ്മൾ ടോ എന്ന് പറയുന്നത്. വി ഡി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. ഓർത്തിരിക്കണം, റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നതിന്റെ ഓർഡർ 10⁻⁻14 സെക്കൻഡ്സ് ആണ് റിലാക്സേഷൻ ടൈമിന്റെ ഓർഡർ. റിലാക്സേഷൻ ടൈം ഈസ് ഓർഡർ ഓഫ് 10⁻⁻14 സെക്കൻഡ്. അപ്പോൾ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഈ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് എന്താണെന്ന് കൂടെ ഓർത്തിരിക്കണം. കൊളീഷനുകൾക്ക് ഇടയ്ക്കെടുക്കുന്ന സമയമാണ്. അപ്പോൾ റിലാക്സേഷൻ ടൈം കൂടിയാൽ എന്ത് പറ്റും? കൊളീഷന്റെ എണ്ണം കുറയും. കൊളീഷനുകൾക്ക് ഇടയ്ക്കെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ കൂടുതൽ കൊളീഷൻ ഉണ്ടെങ്കിൽ സമയം കുറച്ച് മതി. അപ്പോൾ റിലാക്സേഷൻ ടൈം കൂടും തോറും കൊളീഷനുകളുടെ എണ്ണം കുറയുകയും റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യും. പക്ഷേ റിലാക്സേഷൻ ടൈം കുറഞ്ഞാലോ? റിലാക്സേഷൻ ടൈം കുറയുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൊളീഷൻ നടക്കുക എന്നാണ് മീനിങ്. അപ്പോൾ എന്ത് സംഭവിക്കും? ആ സമയത്ത് റിലാക്സേഷൻ ടൈം കുറയും തോറും മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് കൂടാനുള്ള സാധ്യതകളും അവിടെയുണ്ട്. ഇതാണ് റിലാക്സേഷൻ ടൈമും അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസും തമ്മിലുള്ള ബന്ധം. ഒന്നുകൂടെ ഓർക്കുക, റിലാക്സേഷൻ ടൈം കുറയും തോറും കൊളീഷനുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും അല്ലേ? പെട്ടെന്ന് കൊളീഷൻ നടക്കും. ആ സമയത്ത് റെസിസ്റ്റൻസ് കൂടും. തിരിച്ച് റിലാക്സേഷൻ ടൈം കുറയും തോറും എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസിന്റെ വാല്യൂ അല്ലെങ്കിൽ റിലാക്സേഷൻ ടൈം കുറയുമ്പോൾ കൊളീഷനുകളുടെ എണ്ണം കൂടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റിലാക്സേഷൻ ടൈം കൂടും തോറും കൊളീഷനുകളുടെ എണ്ണം കുറയും. കൊളീഷന്റെ എണ്ണം കുറഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറയും. അപ്പോൾ ഈ കാര്യങ്ങൾ റിലാക്സേഷൻ ടൈമുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഓർത്തിരിക്കുക. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മീൻ ഫ്രീ പാത്ത് എന്താണെന്നുള്ളതാണ്. മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കൊളീഷനുകൾക്കിടയ്ക്ക് ഒരു നമ്മുടെ ഈ ഇലക്ട്രോണ് ട്രാവൽ ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസിനെയാണ് നമ്മളതിൻ്റെ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. രണ്ട് സക്സസീവ് കൊളീഷനുകൾക്കിടയ്ക്ക് ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് മീൻ ഫ്രീ പാത്ത്. അപ്പോൾ ഇലക്ട്രോണിന്റെ ആദ്യത്തെ കൊളീഷൻ കഴിഞ്ഞു, അത് അടുത്ത കൊളീഷന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുന്നതിനിടയ്ക്ക് അതൊരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും, അല്ലെങ്കിൽ അടുത്ത കൊളീഷനിലേക്ക് പോകുന്നതിനിടയ്ക്ക് അത് ട്രാവൽ ചെയ്യുന്ന ആ ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് മീൻ ഫ്രീ പാത്ത്. ആ കാര്യം ഓർത്തിരിക്കണം. അടുത്തതായിട്ട് നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ എൽ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ ഈ ഡയഗ്രത്തിൽ കാണിക്കുന്ന പോലെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തൂടെ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇലക്ട്രോണുകൾ തിരിച്ച് നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക് ട്രാവൽ ചെയ്യും. ആ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് വി ഡി എന്നാണെങ്കിൽ, വി ഡി എന്ന് പറയുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റിയിൽ അത് ട്രാവൽ ചെയ്താൽ നമുക്ക് വി ഡി ഈക്വൽ ടു എ ടോ എന്ന് എടുക്കാം. എ എന്ന് പറയുന്ന ആക്സലറേഷൻ ആണ്, ടോ എന്ന് പറയുന്ന റിലാക്സേഷൻ ടൈമാണ്. അപ്പോൾ അതിനിടയ്ക്ക് വി ഡി എന്ന് പറയുന്നതിന് നമുക്കറിയാം ആക്സലറേഷൻ്റെ വാല്യൂ -e/m ആണ്.
where small e is the electron, capital E is the electric field, m എന്ന് പറയുന്ന ഇലക്ട്രോണിന്റെ മാസ് ആണെങ്കിൽ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി എന്നുള്ളതിനെ നമുക്ക് മൈനസ് ഇ ടോ ബൈ എം എന്ന് എഴുതാം. ഓക്കെ, കാരണം അവിടെ എക്ക് നമ്മൾ ഇ ബൈ എം എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ടോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈമാണ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഇൻറ്റു ടൈമാണ്. അതിൽ നിന്നുമാണ് നമ്മൾ ഈ കണ്ട ഇക്വേഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് നമുക്കറിയാം ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും പ്രൊപ്പോർഷനിലാണ്. ടോ എന്ന് പറയുന്ന ന്യൂമറേറ്ററിലാണ്. അപ്പോൾ റിലാക്സേഷൻ ടൈം കൂടും തോറും ഡ്രിഫ്റ്റ് വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുമെന്നാണ് മീനിങ്. അതുപോലെ തന്നെ കറണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് പ്രൊപ്പോർഷനിലാണ്. കാരണം ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചാർജിന്റെ ഫ്ലോ ആണ്. അപ്പോൾ കൂടുതൽ ഇലക്ട്രോണുകൾ ഫ്ലോ ചെയ്താൽ കൂടുതൽ കറണ്ട് ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നതും പ്രൊപ്പോർഷനിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇപ്പം നമുക്ക് ആ ഇക്വേഷന്റെ ഓരോ ടേമുകളുടെയും മീനിങ് ആണ്, അല്ലെങ്കിൽ ഓരോ ടേമുകളും എന്തൊക്കെയാണെന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി, ആക്സലറേഷൻ എ, ടോ റിലാക്സേഷൻ ടൈം, ക്യാപിറ്റൽ ഇ ഇലക്ട്രിക് ഫീൽഡ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കറണ്ടിന്റെ എക്സ്പ്രഷനിലേക്ക്, അല്ലെങ്കിൽ കറണ്ട് എങ്ങനെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി വെച്ച് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്, നോട്ട്ബുക്കിൽ എഴുതി അത് നല്ലപോലെ പഠിക്കണം, എക്സാമിന് വരാറുള്ളതുമാണ്. അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. മാസ് ഓഫ് ഇലക്ട്രോൺ, ചാർജ് ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രിക് ഫീൽഡ്, റിലാക്സേഷൻ ടൈം, ഇതൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് മാറ്റാം, പക്ഷേ മാസ് ഓഫ് ഇലക്ട്രോണും ചാർജ് ഓഫ് ഇലക്ട്രോണും മാറ്റാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രൊപ്പോർഷനിലാണെന്നും ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്ന റിലാക്സേഷൻ ടൈമിന്റെ പ്രൊപ്പോർഷനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കറണ്ട് ഡെൻസിറ്റി ജെ എന്ന് പറയുന്നത്. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു ക്രോസ് സെക്ഷനിലെ ഏരിയ എയിലൂടെ നമ്മളൊരു കണ്ടക്ടർ എടുത്തിട്ടു, ആ കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷനിലെ ഏരിയ എ ആണെന്ന് വിചാരിക്കുക. ആ കണ്ടക്ടറിന്റെ ഇലക്ട്രിക് ഫീൽഡ്, കണ്ടക്ടറെ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇ ഡി ആണെന്ന് വിചാരിക്കുക. ഇലക്ട്രോണിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെറ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഫ്രീ ഇലക്ട്രോൺസ് ഡ്യൂറിങ് എ ടൈം ഇന്റർവൽ ഡെൽറ്റ ടി, അതിനെ നമുക്ക് വി ഡി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എടുക്കാം. അപ്പോൾ ഒരു ഇലക്ട്രോൺ ട്രാവൽ ചെയ്ത നെറ്റ് ഡിസ്റ്റൻസ്, വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇലക്ട്രോൺ ട്രാവൽ ചെയ്ത നെറ്റ് ഡിസ്റ്റൻസിനെ നമുക്ക് വി ഡി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെറ്റ് ഡിസ്റ്റൻസ് കിട്ടി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഉപയോഗിച്ച് കറണ്ട് ഡെൻസിറ്റി കിട്ടി. എന്താണ് ഈ കറണ്ട് ഡെൻസിറ്റി? കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് കറണ്ട് പെർ യൂണിറ്റ് ഏരിയയ്ക്കാണ് നമ്മൾ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ജെ ആണ് കറണ്ട് ഡെൻസിറ്റി, അത് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ആണ് കറണ്ട് ഡെൻസിറ്റി. ഇനി ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പോർഷനിലൂടെ, അല്ലെങ്കിൽ വോളിയം ഓഫ് പോർഷൻ ഓഫ് ദ കണ്ടക്ടർ ഫോർ ലെങ്ത് എല്ലിലുള്ള വോളിയം എന്ന് പറയുന്നതിനെ എ ഇൻറ്റു വി ഇൻറ്റു ഡെൽറ്റ ടി എ വി ഡി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എടുക്കാം. എന്ന് പറഞ്ഞാൽ ഏരിയ എ ആണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ആണ്, അതിനെടുത്ത ടൈം, ട്രാവലിങ്ങിനെടുത്ത ടൈം ഡെൽറ്റ ടി ആണെങ്കിൽ അത്രയും ഭാഗം അല്ലെങ്കിൽ അത്രയും വോളിയത്തിനെ നമുക്ക് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് നമുക്ക് വോളിയം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്നുള്ളതിനെ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? അപ്പോൾ വോളിയം എന്നുള്ളതിനെ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എടുക്കുന്നതിന് പകരം ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് നമുക്ക് എടുക്കാം. അതാണ് എ ബി ഡി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എടുത്തിരിക്കുന്നത്. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയത്തിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെ നമ്മൾ n എന്നാണ് വിചാരിക്കുക. യൂണിറ്റ് വോളിയത്തിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സ്മോൾ n ആണെങ്കിൽ, സ്മോൾ n ആണ് യൂണിറ്റ് വോളിയത്തിലുള്ള ഇലക്ട്രോണുകളുടെ നമ്പർ എങ്കിൽ നമുക്ക് ഇത്രയും വോളിയത്തിൽ, ടോട്ടൽ വോളിയത്തിലുള്ള ഇലക്ട്രോണിന്റെ നമ്പർ കണ്ടുപിടിക്കാമല്ലോ. അത് എത്ര വരും? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഇൻറ്റു വോളിയം. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഈസ് സ്മോൾ n, ടോട്ടൽ വോളിയം ഈസ് എ വി ഡി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എടുക്കാം. എ ഏരിയ ആണ്, വി ഡി ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്, ഡെൽറ്റ ടി എന്ന് പറയുന്നത് അവിടെ അത് ട്രാവൽ ചെയ്യാനെടുത്ത ടൈം ഇന്റർവെല്ലാണ്. അപ്പോൾ ഏരിയ എയിലൂടെ ക്രോസ് ചെയ്യുന്ന ചാർജിന്റെ ആണോ, അതിനെ നമുക്ക് ഡെൽറ്റ ക്യൂ എന്ന് എടുത്താൽ, ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ആണ് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ ക്യൂ ആണ് ക്വാണ്ടിറ്റി ഓഫ് ചാർജ് എങ്കിൽ എൻ എ ബി ഡി ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു ഇ എന്ന് നമുക്ക് എടുക്കാം. എന്തുകൊണ്ടാണിത്? നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നേരത്തെ ഇക്വേഷൻ കണ്ടു, എൻ എ ഇൻറ്റു വി ഡി ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഡെൽറ്റ ക്യൂ എന്നുള്ള വാല്യൂ എൻ എ വി ഡി ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു ഇ എന്ന് നമുക്ക് കിട്ടും. ഇതാണ് ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ക്രോസിംഗ് ഏരിയ എ പെർ ടൈം ഡെൽറ്റ ടി. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്ന ടൈമിൽ എ ഏരിയ ക്രോസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ചാർജ്,
അതിനെ നമുക്ക് ഡെൽറ്റ ക്യൂ എന്ന് എടുത്താൽ ഇത്രയും എമൗണ്ട് ഓഫ് ചാർജ് ആയിരിക്കും ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡെൽറ്റ ക്യൂ കിട്ടിയാൽ, അതായത് ചാർജിന്റെ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയാൽ നമുക്ക് ഇവിടുന്ന് കറണ്ട് കണ്ടുപിടിക്കാമല്ലോ. ചാർജ് ബൈ ടൈം ആണ് കറണ്ട് എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ക്രോസിംഗ് ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കറണ്ടിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ആ കറണ്ടിന്റെ വാല്യൂ ഐ ആണ്. ഐ എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ്. അതിനെ നമുക്ക് എൻ എ ബി ഡി ഇൻറ്റു ഇ എന്ന് എഴുതാം. എൻ എ ബി ഡി ഇൻറ്റു ഇ. അപ്പോൾ ഇതിനകത്ത് എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ചാർജസ്, എ ഏരിയ, ബി ഡി ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് ഇ ഇസ് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ജെ, വാട്ട് ഇസ് ജെ? കറണ്ട് ഡെൻസിറ്റി ആണ്. കറണ്ട് ഡെൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് കറണ്ട് ബൈ ഏരിയ ആണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എൻ വി ഡി ഇൻറ്റു ഇ എന്ന് എഴുതാം. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് എൻ വി ഡി ഇൻറ്റു ഇ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഡെൻസിറ്റി കിട്ടി. ഇനി കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് ഓർത്തിരിക്കണം. ഏതാണ് കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ്? കറണ്ടിന്റെ യൂണിറ്റ് ആംപയർ ആണ്. അപ്പോൾ കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആംപയർ പെർ മീറ്റർ സ്ക്വയർ ആണ് കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. കറണ്ട് ഡെൻസിറ്റി ജെ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപയർ പെർ മീറ്റർ സ്ക്വയർ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് കറണ്ട് ഡെൻസിറ്റിയുടെയും കറണ്ടിന്റെയും എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ടേംസിൽ കറണ്ടിന്റെയും കറണ്ട് ഡെൻസിറ്റിയുടെയും ഇക്വേഷൻസ് ആണ് നമ്മളിപ്പം ഈ എഴുതിയിരിക്കുന്നത്. അത് നല്ലപോലെ ഈ ഇക്വേഷൻസ് പഠിക്കണം. എക്സാമിന്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് വരാൻ പോസിബിലിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് അത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ആ കറണ്ടിനെ നമ്മൾ ഐ എന്ന് എൻ എ ഇ ഇൻറ്റു വി ഡി എന്നുള്ള കറണ്ട് ഡെൻസിറ്റി കറണ്ട് എടുത്താൽ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നേരത്തെ പഠിച്ചതാണ്. എ ഇൻറ്റു ടോ ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ അല്ലേ. അപ്പോൾ ആ എക്സ്പ്രഷന്റെ വാല്യൂ എ ഇൻറ്റു ടോ എന്നുള്ളതിൽ എക്ക് ഇ ബൈ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ആക്സലറേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കറണ്ടിന്റെ വാല്യൂ എങ്ങനെ എഴുതാം? എൻ എ ഇ ഇൻറ്റു ഇ ഇ ബൈ എം ഇൻറ്റു ടോ. അങ്ങനെ നമ്മൾ വി ഡിയുടെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കറണ്ടിന്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ കറണ്ടിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഐ ഇസ് ഈക്വൽ ടു എൻ എ ഇ സ്ക്വയർ ടോ ഇൻറ്റു ക്യാപിറ്റൽ ഇ ബൈ എം എന്ന് എഴുതാം. എൻ എ ഇ സ്ക്വയർ ടോ ഇൻറ്റു ക്യാപിറ്റൽ ഇ ബൈ എം. അവിടെ നമ്മൾ ഓർത്തിരിക്കണം, സ്മോൾ ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോണും ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് കറണ്ട് ഇലക്ട്രിക് ഫീൽഡുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ടിന് പുതിയൊരു എക്സ്പ്രഷൻ കിട്ടി അല്ലേ. കാര്യം ഓർത്തിരിക്കുക. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് കറണ്ട് ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ ഡെറൈവ് ചെയ്യാം. കറണ്ട് ഡെൻസിറ്റി ജെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഐ ബൈ എ ആണ്. അപ്പോൾ അത് എൻ ഇ സ്ക്വയർ ടോ ബൈ എം ഇൻറ്റു ക്യാപിറ്റൽ ഇ എന്ന് എഴുതാം. എൻ ഇ സ്ക്വയർ ടോ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ക്യാപിറ്റൽ ഇ എന്ന് എഴുതാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി ജെ എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എൻ ഇ സ്ക്വയർ ടോ ബൈ എം ഇൻറ്റു ക്യാപിറ്റൽ ഇ എന്ന് എഴുതിയാൽ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും കറണ്ട് ഡെൻസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും പ്രൊപ്പോർഷണലാണ്. മാത്രമല്ല ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എൻ ഇ സ്ക്വയർ, ചാർജ് ഓഫ് ഇലക്ട്രോണിന്റെ സ്ക്വയർ, റിലാക്സേഷൻ ടൈം എം, അതായത് മാസ് ഓഫ് ഇലക്ട്രോൺ, ഇതുമൊക്കെ ആയിട്ട് നമുക്ക് കറണ്ട് ഡെൻസിറ്റി ജെയെ കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ടേമുകളെ എല്ലാം കൂടെ കൂടി, ആ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്ന ടേമുകളെ എല്ലാം കൂടെ കൂടി സിഗ്മ എന്ന് നമ്മൾ എഴുതിയാൽ ജെ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ എന്ന് എഴുതാം. ജെ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ, കറണ്ട് ഡെൻസിറ്റി ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ എന്ന് നമുക്ക് എഴുതാം. ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് നമുക്കതിനെ കണ്ടക്ടിവിറ്റി എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. സിഗ്മ എന്ന് പറയുന്നതിനെ നമുക്ക് ഈ മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി എന്ന് നമുക്ക് എടുക്കാം. ഈ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ എൻ ഇ സ്ക്വയർ ടോ ബൈ എം എന്ന് എഴുതാം. ഈ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ്, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ്. അതുകൊണ്ട് റെസിസ്റ്റിവിറ്റി റോ ഈക്വൽ ടു 1 ബൈ സിഗ്മ എന്ന് എഴുതാം. മാത്രമല്ല സിഗ്മയുടെ വാല്യൂ നമുക്ക് അറിയാവുന്നതുകൊണ്ട് റോ ഈക്വൽ ടു എം ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ ബൈ എൻ ഇ സ്ക്വയർ ടോ എന്ന് എഴുതാം. റോ ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി റോ ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇത് റിലാക്സേഷൻ ടൈമും റെസിസ്റ്റിവിറ്റി ആയിട്ടുള്ള ബന്ധമാണ്. അതുപോലെ തന്നെ റിലാക്സേഷൻ ടൈമും കണ്ടക്ടിവിറ്റി ആയിട്ടും നമുക്ക് ഈ രീതിയിൽ കണക്ട് ചെയ്യാം. കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലപോലെ പഠിച്ചോളാം. അപ്പോൾ ഓർത്തിരിക്കുക, സിഗ്മ എന്ന് പറയുന്ന കണ്ടക്ടിവിറ്റി, റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് സിഗ്മ ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ടോ ബൈ എം, റെസിസ്റ്റിവിറ്റി റോ ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും റിലാക്സേഷൻ ടൈമും റെസിസ്റ്റിവിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ റിലാക്സേഷൻ ടൈം ടോ കൂടുന്തോറും റെസിസ്റ്റിവിറ്റി കുറയും എന്നുള്ള കാര്യം ഓർത്തുക. റിലാക്സേഷൻ ടൈം കൂടുന്തോറും കൊളീഷന്റെ എണ്ണം കുറയും, റെസിസ്റ്റിവിറ്റി കുറയും. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ, കറണ്ടിന്റെ ഇക്വേഷൻ
ഐ ഈക്വൽ ടു എൻ എ ഇ സ്ക്വയർ ടോ ഇ ബൈ എം എന്നുള്ളതിൽ നമുക്ക് ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു ബി ബൈ എൽ എന്നാണ് നമുക്കറിയാം. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കറണ്ടിന് എൻ എ ഇ സ്ക്വയർ ടോ ബൈ എം ഇൻറ്റു ബി എൽ എന്ന് കിട്ടും. എങ്ങനെയാണ് ബി എൽ എന്ന് കിട്ടിയിരിക്കുന്നത്? ബി എൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്, പൊട്ടൻഷ്യൽ ബൈ ലെങ്ത് ആണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ആ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഓർത്തിരിക്കണം കേട്ടോ. ഇത് ബി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ല, റിലാക്സേഷൻ ടൈം ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ല, പകരം പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ നമ്മുടെ കറണ്ടിന്റെ ഇക്വേഷനെ ബി ബൈ എം എൽ ബൈ എൻ എ ഇ സ്ക്വയർ ടോ എന്ന് എഴുതാം. എങ്ങനെയാണ് ഈ എഴുതിയിരിക്കുന്നത്? നമ്മൾ ചെയ്തിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. മുകളിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷനെ കുറച്ച് ടേമുകൾ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയി അതിന്റെ വാല്യൂ മാറാതെ തന്നെ എൻ എ ഇ സ്ക്വയർ ടോ എന്നുള്ള ടേം എൻ എ ഇ സ്ക്വയർ ടോ എന്നുള്ള ടേമിനെ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയി വാല്യൂ മാറാതിരിക്കുകയും ചെയ്യണമെങ്കിൽ അത് ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്റർ സെക്ഷനിൽ വരണം. അപ്പോൾ ബി ബൈ എം എൽ ഓൾ ഡിവൈഡഡ് ബൈ എൻ എ ഇ സ്ക്വയർ ടോ എന്നാവും. ബി ബൈ എം എൽ ബൈ എൻ എ ഇ സ്ക്വയർ ടോ എന്നാവും. ഓക്കെ, അപ്പോൾ ബി ബൈ എ പർട്ടിക്കുലർ ക്വാണ്ടിറ്റി എന്ന രീതിയിലേക്കാവും. ബി ബൈ എ ക്വാണ്ടിറ്റി, ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് കറണ്ട് ആകണമെങ്കിൽ വി ബൈ എ പർട്ടിക്കുലർ ക്വാണ്ടിറ്റി എന്നുള്ളത് കറണ്ട് ആകണമെങ്കിൽ ആ ഡിനോമിനേറ്ററിൽ വരുന്ന ക്വാണ്ടിറ്റി ഡെഫിനറ്റ് ആയിട്ടും റെസിസ്റ്റൻസ് ആയിരിക്കണം, അല്ലെ? ഡിനോമിനേറ്ററിൽ വി ബൈ ആർ എന്ന് വന്നാൽ മാത്രമേ അതിനെ കറണ്ട് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ, അല്ലെ? റെസിസ്റ്റൻസിന്റെ ഡയമെൻഷനിലുള്ള ഒരു ക്വാണ്ടിറ്റി ആണ് മാത്രമേ നമുക്കതിനെ കറണ്ട് എന്ന് കോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ഡിനോമിനേറ്ററിലുള്ള ക്വാണ്ടിറ്റി ഡെഫിനറ്റ്ലി എന്തായിരിക്കും? അത് കറണ്ട് ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ സോറി, നോട്ട് കറണ്ട്, അത് റെസിസ്റ്റൻസ് ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ബി ബൈ ആർ എന്നുള്ളത് ഐ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത ഇക്വേഷനിലേക്ക് പോവുകയാണ്. റെസിസ്റ്റൻസ് ആർ എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? എം എൽ ബൈ എൻ എ ഇ സ്ക്വയർ ടോ എന്ന് എഴുതാം. നേരത്തെ ഇക്വേഷനിൽ നിന്നും ഞാൻ പറഞ്ഞു ഡിനോമിനേറ്ററിൽ വരുന്ന റെസിസ്റ്റൻസ് ആണെങ്കിൽ അതിനെ എം എൽ എൻ എ ഇ സ്ക്വയർ ടോ എന്ന് എഴുതാം. അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റോ ഇൻറ്റു എൽ ബൈ എ എന്നൊരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, അല്ലേ? ഇക്വേഷൻസ് എല്ലാം നോട്ട്ബുക്കിൽ എഴുതണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കണ്ടിന്യൂഷൻ മനസ്സിലാകാതെയും വരാം. അപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷനിൽ നിന്നും നമ്മുടെ കണ്ടതിൽ നിന്നും റെസിസ്റ്റൻസ് എന്നുള്ളതിനെ നമുക്ക് റോ ഇൻറ്റു എൽ ബൈ എ എന്ന് എഴുതിയാൽ ഈ രണ്ട് ഇക്വേഷൻ മുകളിൽ കൊടുത്തിരിക്കുന്ന രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്താൽ റെസിസ്റ്റിവിറ്റി റോ എന്നുള്ളതിനെ എം ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ എന്ന് എഴുതാം. റെസിസ്റ്റിവിറ്റി റോ ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്താൽ ആ കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഈ ഇക്വേഷനും കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ റെസിസ്റ്റിവിറ്റി പുതിയൊരു ഇക്വേഷനായി റെസിസ്റ്റിവിറ്റി റോ ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ എന്ന് എഴുതാം. അപ്പോൾ ആ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നതും റിലാക്സേഷൻ ടൈമിന് ടോയും റെസിസ്റ്റിവിറ്റിയും റെസിപ്രോക്കൽ ആണെന്നുള്ളത് ഈ ഇക്വേഷനിൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മൊബിലിറ്റി. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിൽ ഡെവലപ്പ് ചെയ്യുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റിക്കാണ് നമ്മൾ മൊബിലിറ്റി എന്ന് പറയുന്നത്. റിപ്പീറ്റ്, യൂണിറ്റ് വെലോസിറ്റിയിൽ അല്ലെങ്കിൽ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിൽ ഡെവലപ്പ് ചെയ്യുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് മൊബിലിറ്റി എന്താണെന്നുള്ള കാര്യത്തിലേക്ക് നോക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാം മൊബിലിറ്റി എന്ന് പറയുന്നത് വി ഡി ബൈ ഇ എന്ന് നമുക്ക് എഴുതാമല്ലോ. ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ബൈ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് എഴുതാം മൊബിലിറ്റിക്ക്. അപ്പോൾ ആ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നുള്ളതിനെ നമുക്ക് എ ടോ എന്ന് എഴുതിയാൽ ഇ ബൈ എം ഇൻറ്റു ടോ ഓൾ ഡിവൈഡഡ് ബൈ ഇ എന്ന് എഴുതാം. ഇ ബൈ എം ഇൻറ്റു ടോ ഓൾ ഡിവൈഡഡ് ബൈ ഇ എന്നുള്ളതാണ് മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്യാപിറ്റലി ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഇ ടോ ബൈ എം എന്ന് എഴുതാം. മൊബിലിറ്റി മ്യൂ ഇസ് ഈക്വൽ ടു ഇ ടോ ബൈ എം എന്ന് എഴുതാം. അപ്പോൾ